ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ജോലി എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് പുതിയ അമ്പലമാണ്, ഞാൻ പോകുന്ന വഴിക്കാണ്, അതുകൊണ്ട് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് റെയിൽവേ പുതുതായി പണികഴിപ്പിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം. 2026 അവസാനമോ 2027 ആദ്യമായിട്ട് പുതിയ ബിൽഡിങ്ങിൻ്റെ എല്ലാം പണി കഴിയും. ആ പിന്നിൽ കാണുന്നതാണ് പാർക്കിങ്ങിൻ്റെ കെട്ടിടം. ഈ കാണുന്നതാണ് പഴയ ബിൽഡിങ്ങിൽ നിന്നിരുന്ന സ്ഥലം. അവിടെ ഇപ്പോൾ പണികൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പുതിയ ബിൽഡിങ്ങിൻ്റെതാവാം. ഈ സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് പുതിയ ടിക്കറ്റ് കൗണ്ടറും കാണാം. ഞാൻ ഇന്ന് ജോലിക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 10:45. ഡെയിലി 10 മണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് കയറുന്നതായിരുന്നു. ഇന്ന് എന്തുകൊണ്ടൊക്കെയോ താമസിച്ചു പോയി. കൂടെ നിൽക്കുന്ന ഷിഫ്റ്റിലുള്ള ആൾക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ ചിരിച്ചും കളിച്ചും തന്നെയാണ് നിൽക്കുന്നത്. എന്നും കരുതും അതൊന്ന് ക്ലിയർ ചെയ്യണം, പക്ഷെ നടക്കുന്നില്ല. നോക്കട്ടെ, ശരിയാക്കാം. പ്ലാറ്റ്ഫോം 2-ലാണ് എൻ്റെ ജോലി സ്ഥലം. ഇവിടെ ചെറുതായിട്ട് ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി. ഞാൻ ഇപ്പോൾ കാണിക്കാം, സ്റ്റോൾ ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ കാണുന്ന ഷോപ്പ് എൻ്റെ മുതലാളിയുടെ തന്നെ ഷോപ്പാണ്. ഇവിടെ ഇരിക്കുന്ന ചേട്ടനൊക്കെ രാവിലെ 7 മണിയാകുമ്പോൾ തന്നെ ജോലിക്ക് എത്തും. ഞാൻ മാത്രമാണ് താമസിച്ചെത്തുന്ന ഒരാൾ. ആ കസേരയിലിരുന്ന് എഴുതുന്ന കക്ഷിയാണ് എന്നെ തൊഴിൽ പഠിപ്പിച്ച ചേട്ടൻ. സെന്തിൽ എന്നാണ് പുള്ളിയുടെ പേര്. ഗുഡ് മോർണിംഗ്. ഈ സ്റ്റോറിലാണ് ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ബുദ്ധു സിംഗ്, ആൾ UP കാരനാണ്. ഹലോ, ക്യാലേ ഭായ്. ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിരിക്കുന്നതാണ് അജി എന്ന് പറയുന്ന ചേട്ടൻ. ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാണ്. ഞാനുമായിട്ട് നല്ല കമ്പനിയാണ്. ഈ ഇരിക്കുന്നതാണ് കലാം രാവിലെ തന്നെ എന്തോ ഒരു മൂഡ് ഓഫിലാണ്. ഈ ഇരുന്ന് കൈ കാണിക്കുന്നതാണ് ആസം സ്വദേശിയായ റബുൾ, എൻ്റെ ഡ്യൂട്ടി ഷിഫ്റ്റിലുള്ള അടുത്ത കക്ഷി. അവൻ ഞാൻ വരുമ്പോൾ എനിക്ക് തരാനുള്ള കണക്കുകളെല്ലാം എഴുതി കൃത്യമാക്കി വെച്ചതിന് ശേഷം പോകാൻ വേണ്ടി റബുളിന് മിക്ക ദിവസം ഇത് കണക്ക് എന്നെ കാത്തിരുന്ന് മുഷിയാറുണ്ട്. ഞാനത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുന്നുണ്ട്. കുറച്ചുകൂടി നേരത്തെ എത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതുപോട്ടെ, ഇത് അടുത്ത കക്ഷി ഉമേഷ്. ജോലിക്ക് കയറിയാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തതില്ല. എങ്ങനെ വൈകുന്നേരം ആവുന്ന നമ്മൾ ചിന്തിക്കാൻ പോലുള്ള സമയം കിട്ടത്തില്ല. നല്ല തിരക്കാണ്. ഇപ്പോൾ സമയം ഒരു 8:30-9 മണിയായേക്കാണ്. ഈ സമയത്താണ് റബുളിൻ്റെ അനിയൻ ജോലി കഴിഞ്ഞ് തിരിച്ച് റൂമിലോട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാത്രി ഒരു 11:30 മണി വരെയൊക്കെ എന്തെങ്കിലും കസ്റ്റമറൊക്കെ വന്നുകൊണ്ടിരിക്കും. ബാക്കി പിന്നെ തിരക്ക് കുറവാണ്. ഈ തിരക്ക് കുറയുന്ന സമയത്താണ് പിന്നെ നമ്മൾ കടയെല്ലാം വൃത്തിയെല്ലാം ആക്കി അടുത്ത ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം എഴുതി സെറ്റാക്കി ഒന്ന് വെക്കുന്നത്. അതിനുശേഷമാണ് ഭക്ഷണമെല്ലാം കഴിക്കുന്നത്. 11:30 മണി കഴിഞ്ഞാൽ പിന്നെ 3:30 മണിക്കാണ് പിന്നെ ഒരു തിരക്കൊക്കെ അനുഭവപ്പെടുന്നത്. അന്നേരം യാത്രക്കാരെല്ലാം പിന്നീട് വന്ന് തുടങ്ങും. ഇപ്പോൾ സമയം ഒരു 7:30-8 മണിയെങ്കിലും ആയി കാണും. ഇന്നലെ ഞാൻ പരിചയപ്പെടുത്ത കക്ഷികളെല്ലാം ഇന്ന് പുതിയ ജോലിക്കായിട്ട് റൂമിൽ നിന്ന് തിരിച്ച് ഫ്രഷ് ആയിട്ടാണ് അവരെല്ലാം എത്തുന്നത്. ഞാൻ 24 മണിക്കൂർ ജോലി കഴിഞ്ഞൊന്ന് മുഷിഞ്ഞ പരുവത്തിൽ നിൽക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ പോകേണ്ടുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. പോവുക, ഫ്രഷ് ആവുക, ഒന്ന് കിടന്നുറങ്ങുക, അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം വേണ്ടുന്നത് നമുക്ക്. അങ്ങനെ സമയം ഇപ്പോൾ 10:45 വരുന്നു. ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയാണ്. ആശാനൊക്കെ അടുത്ത ദിവസം ജോലിക്കായിട്ട് വരിക. ആശാനൊക്കെ ഒരു ഇടി കൊടുത്തിട്ട് പോവാം. അപ്പം എൻ്റെ ഒരു ഫുൾ ഡേ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ, അതായത് 3-ാം തീയതി രാവിലെ ഒരു 10:45 കയറി. ഇന്ന് സമയം ഇപ്പം 4-ാം തീയതി രാവിലെ 10:45. ജോലി കഴിഞ്ഞ് തിരിച്ചങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു അരമണിക്കൂറിനകത്ത് എന്തായാലും എടുക്കും. പിന്നെ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അതൊക്കെ മേടിച്ചുകൊണ്ട് പയ്യെ വീട്ടിലോട്ട് പോകും. അങ്ങനെ സ്കൂട്ടർ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ആയിരുന്നു പാർക്ക് ചെയ്തത്. ഇവിടെ പാർക്കിങ്ങിന് സ്ഥലം കിട്ടാനാണ് പാട്. നമ്മൾ തോന്നിയപടി അവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പോലീസ് വന്നിട്ട് എന്തായാലും ഫൈൻ ഉറപ്പാണ്. കടയിൽ നിന്ന് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ അത്യാവശ്യം മേടിച്ചുകൊണ്ടുള്ള വരവാണ്. ഒരു ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമ്മളെത്തും. അങ്ങനെ നമ്മൾ ഫൈനലി വീടെത്തിയിട്ടുണ്ട്. വീടെത്തിയപ്പോൾ തന്നെ ഗായത്രിയും ജിയാൻ എന്നെ കാത്തു നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോസ്. അപ്പം ബൈ. അടുത്ത വീഡിയോ നമുക്ക് പിന്നെയും കാണാം.